ഈ മെഡിക്കൽ എൻട്രൻസിൻ്റെ വിഷയമായിട്ട് സംസാരിച്ചൊരു വിഷയമുണ്ടായി, ഹിജാബുമായിട്ട് വിഷയം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് നമുക്ക് കത്തയക്കാനോ, അത് മുഖ്യമന്ത്രിക്ക് കത്തയക്കാനോ, ഹൈക്കോടതി ജഡ്ജിക്ക് കത്തയക്കാനോ പറ്റുമോ ഇല്ല? വളരെ നല്ല ചോദ്യമാണ്. പറയാം. മെഡിക്കൽ എൻട്രൻസിന്, ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസിന് കുട്ടികൾ തലയെ തട്ടാൻ പാടില്ല, അതേപോലെ ഹാഫ് സ്ലീവ് ഷർട്ട് ഉപയോഗിക്കണം എന്ന നിയമമുണ്ട്. ഇതിൽ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇവിടുന്ന് പിന്നെ മുഖ്യമന്ത്രിക്ക് കത്തയക്കാൻ പറ്റുമോ, ആരെങ്കിലും കത്തയക്കാൻ പറ്റുമോ എന്നാണ്. നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ആ ചെയ്യുന്നതിന് ഫലം ഉണ്ടാകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ചെയ്ത് പ്രാർത്ഥിക്കാനേ പറ്റൂ. ആ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു ഇഷ്യൂ ആണ് എന്ന് മുസ്ലിം സമുദായത്തെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തലാണ്. ഉറങ്ങുകയാണ്, മുസ്ലിം സമുദായം തന്നെ ഉറങ്ങുകയാണ്. ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അതിനെ ഒരു ഇഷ്യൂ ആയി അക്നോളജ് ചെയ്യാൻ പോലും സമുദായം സന്നദ്ധമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. സങ്കടമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ വർഷം എത്രയോ പരീക്ഷാ കേന്ദ്രങ്ങളിൽ മുസ്ലിം പെൺകുട്ടികൾ രക്ഷിതാക്കളുടെ അനുവാദത്തോടു കൂടി തലയിൽ നിന്ന് തട്ടമൂരി 3 മണിക്കൂർ അന്യപുരുഷന്മാരുള്ളൊരു എക്സാം ഹാളിൽ വെച്ച് അവർ പരീക്ഷ എഴുതി. അത് എത്ര വലിയൊരു ഇഷ്യൂ ആവേണ്ടതാണ്. ഓരോ നാട്ടിലും പ്രതിഷേധം ഉണ്ടാവേണ്ടതല്ലേ, ഒച്ചപ്പാടുണ്ടാവേണ്ടതല്ലേ, കോലാഹലങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളാരും അറിയാതെ നമ്മുടെ പെരും മൗനത്തിൻ്റെ ഇരുട്ടിലൂടെ അതങ്ങനെ കടന്നുപോയി. അത്രയും വലിയ ഉറക്കത്തിലാണ് മുസ്ലിം സമുദായം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അന്ന് തന്നെ ആലിയ ഫർസാൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഒരു പെൺകുട്ടി തട്ടട്ടേൻ്റെ പേരിൽ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതേ ദിവസം ഒരു കന്യാസ്ത്രീ, സിസ്റ്റർ സഭ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ, അവർ തലയിൽ നിന്ന് ഊരൂല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരും പുറത്താക്കപ്പെട്ടു. അവർ പുറത്താക്കപ്പെട്ടത് കേരളത്തിലെ മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. മനോരമയിൽ ഫസ്റ്റ് പേജിൽ പിന്നെ പത്രത്തിൻ്റെ 4 സ്ഥലം പിന്നെ സ്പേസ് കവർന്നെടുത്തുകൊണ്ട് ആ ന്യൂസ് വന്നു. ഇത് എവിടെയായിരുന്നു? മീഡിയയിൽ. നമ്മുടെ ഒരു പെൺകുട്ടി പുറത്തിറങ്ങിയത് പിന്നെ സ്നേഹസംവാദമാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു ട്രാജഡി ആലോചിച്ച് നോക്ക്. ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമൂരാൻ സന്നദ്ധമല്ലാത്തതിൻ്റെ പേരിൽ പരീക്ഷ ഹാളിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, അവളുടെ അനുഭവങ്ങൾ പ്രസിദ്ധീകരിച്ചത് നമ്മുടെ ഒരു പ്രസിദ്ധീകരണം മാത്രമാണ്. ഇവിടുത്തെ പൊതു മീഡിയയോ പത്രങ്ങളോ മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളോ ഒന്നുമല്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഒന്നാമതായി മുസ്ലിം സമുദായത്തെ ഇതൊരു ഇഷ്യൂ ആണെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആ ഇഷ്യൂ ആണെന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഈ ഉറക്കത്തിൽ നിന്ന് ഉണർത്തണമെങ്കിൽ ഈ ഇഷ്യൂ റോട്ടിലെത്തണം. നമ്മൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, പത്രങ്ങളിലേക്ക് കത്തയക്കാം, നമ്മുടെ പ്രസംഗങ്ങളിൽ ഇത് പറയാം, വിവിധ സംഘടനാ നേതാക്കളെ കാണാം, അവരുടെ സംസാരങ്ങളിൽ ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, ഇതെല്ലാം ശ്രമിക്കാം. ഫേസ്ബുക്കിൽ ടീം ഹിജാബ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് കൂട്ടായ്മ കുറച്ച് മുസ്ലിം വിദ്യാർത്ഥികൾ ചേർന്ന് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അവർ ഡിസൈൻ ചെയ്ത കുറേ പോസ്റ്ററുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സർക്കുലേഷൻ വഴി അവർ ഒരു ലഘുലേബർ പ്രസിദ്ധീകരിച്ചു, അവർ ചില പോസ്റ്ററുകൾ പുറത്തിറക്കി, അതുവഴി സമുദായത്തെ ഉണർത്താൻ ശ്രമിച്ചു. അങ്ങനെ ഉണ്ടായി വന്നൊരു അവബോധം മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇത് പോരാ. ഇപ്പോൾ ഇവിടെ ഉള്ള വ്യത്യസ്ത മുസ്ലിം സംഘടനകൾ, ഇപ്പോൾ KMCC പോലുള്ള സംഘടനകൾ, അത്തരം സംഘടനകൾക്ക് രാഷ്ട്രീയ രംഗത്ത് ഇടപെടാൻ കെൽപ്പുള്ള സംഘടനകൾ, അവരെ നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അവർ വഴി നാടുമായി ബന്ധപ്പെടുകയും അവിടെ ഉള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരെ നിർബന്ധിക്കുകയും ഇതൊരു വലിയ പ്രതിഷേധത്തിൻ്റെ ഒരു 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 നിമിത്തമായി ഉയർത്തിക്കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിക്കുകയും എല്ലാം ചെയ്യാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ ഇവിടെ OICC പോലുള്ള സംഘടനകൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള പിന്നെ ഇസ്ലാഹി സെൻറ്റർ രീതികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ ചാനൽ ഉപയോഗിച്ചുള്ള സംഭവങ്ങൾ, ഇതിലൂടെയെല്ലാം ഇതിനൊരു പ്രതിഷേധത്തിൻ്റെ ജ്വാലയായി വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതിനെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളെ അറിയിക്കണം. അതൊന്ന് CBSE തന്നെയാണ് ഉത്തരവാദപ്പെട്ട കേന്ദ്രം. ആ CBSEയുടെ കേന്ദ്ര ഓഫീസിലേക്ക് പോയിട്ട് അവരുടെ ഉത്തരവാദപ്പെട്ട ആളുകളുമായി അപ്പോയിൻമെൻ്റ് എടുത്ത് അവരെ സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നമ്മൾക്ക് പറ്റണം. ഇതേപോലെ അവർക്ക് പെൺകുട്ടികളെ കൊണ്ട്, പരീക്ഷ എഴുതുന്ന പെൺകുട്ടികളെ കൊണ്ട് ഞങ്ങൾക്കുള്ള പ്രയാസങ്ങൾ എന്താണെന്ന് പറഞ്ഞ് അവർക്ക് കത്തുകൾ അയപ്പിക്കാൻ നമുക്ക് പറ്റണം. ഇത് നമ്മൾ ഒന്നും ചെയ്യാതെ ഇതിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത് ചിലപ്പോൾ അവർക്ക് ഹിജാബ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു ഇഷ്യൂ ആണെന്ന് പോലും അവിടെ ഇരിക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്കറിയോ, ഈ സർക്കുലർ പുറത്തു വന്ന സമയത്ത് CBSE പുറത്തിറക്കിയ ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പുണ്ട്. ആ പത്രക്കുറിപ്പിൽ പറയുന്നത് തല മറക്കാൻ പാടില്ല, സിഖുകാർക്ക് തലപ്പാവ് ധരിക്കാം എന്നാണ്. സിഖുകാർക്ക് തലപ്പാവ് ധരിക്കാം, അവരുടെ ടർബൻ
അത് ഒരു സ്പെഷ്യൽ റിലാക്സേഷൻ വഴി അത് ഇന്ന് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അവർ തലപ്പാവ് മാറ്റേണ്ട കാര്യമില്ല. അതിൻ്റെ അർത്ഥം സിഖുകാരുടെ തലപ്പാവ് അവരുടെ മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അത് മാറ്റാൻ ആവശ്യപ്പെടുന്നത് മതസ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ് എന്ന് ഉത്തരവാദപ്പെട്ടവർക്ക് ബോധമുള്ളതുകൊണ്ടാണ് അവർ പത്രക്കുറിപ്പിൽ അത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. പക്ഷേ മുസ്ലിം പെണ്ണിൻ്റെ തല മറക്കൽ ഇതേപോലെ മതപരമായ അവളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഒന്നുകിൽ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാകാത്ത പോലെ നടിക്കുന്നു. അതിന് മുസ്ലിം സമുദായത്തിന് ഉത്തരവാദപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ അത് ബോധ്യപ്പെടുത്താൻ പറ്റണം. നമുക്ക് കോടതിയിൽ പോകാൻ പറ്റണം. കഴിഞ്ഞ തവണ കേരള ഹൈക്കോടതിയിൽ കേരളത്തിൽ നിന്നുള്ള ചില മുസ്ലിം പെൺകുട്ടികൾ ഞങ്ങൾക്ക് പരീക്ഷ എഴുതുമ്പോൾ തട്ടിടാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ടൊരു പെറ്റീഷന് പോയി. 13ഓളം പെൺകുട്ടികൾ, അവർക്ക് അനുമതി കിട്ടി കോടതിയിൽ നിന്ന്. ഹൈക്കോടതിയുടെ സ്പെഷ്യൽ പെർമിഷനുമായി ആ പെൺകുട്ടികൾ പരീക്ഷ എഴുതി. പോയവർക്ക് മാത്രമേ കിട്ടിയുള്ളൂ, എല്ലാവർക്കും കിട്ടിയില്ല. ഹൈക്കോടതി പ്രത്യേകമായി ഈ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഞങ്ങളുടെ ഉത്തരവ് ബാധകം എന്ന് പറഞ്ഞിട്ട് വിധി പുറപ്പെടുവിച്ചു. എന്തുകൊണ്ട് നമുക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ മുസ്ലിം പെൺകുട്ടികളുടെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ട് അവരെ മുഴുവൻ ഒപ്പുവെപ്പിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു മാസ് പെറ്റീഷൻ കേരള ഹൈക്കോടതിന് കൊടുത്തുകൂടാ? അങ്ങനെ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കേരളത്തിൽ ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അതിന് പ്രവാസ ലോകത്തുകൂടി ഒരു പ്രതിധ്വനി ഉണ്ടായാൽ, നിങ്ങൾ നാട്ടിലേക്ക് ഈ ശബ്ദം എത്തിക്കാൻ ശ്രമിച്ചാൽ, ഇവിടെയുള്ള സംഘടനകൾ ഉണർത്താൻ ശ്രമിച്ചാൽ, ഇവിടെ വരുന്ന സംഘടനാ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും എല്ലാം ഇതിൻ്റെ ഗൗരവം നിങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ, കേരളത്തിൽ ഇപ്പോൾ ഇവിടെയാണല്ലോ പേരൻസ് ഒരുപാടുള്ളത്, നിങ്ങളെല്ലാം മക്കളാണ് നാട്ടിൽ പഠിക്കുന്നത്, അവരാണ് പരീക്ഷ എഴുതുന്നത്. നിങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ശ്രമിച്ച് നമ്മളെ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ, ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുമായി ബന്ധമുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ പേഴ്സണലി നിങ്ങളത് അറിയിക്കാൻ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാ ആ ഡീറ്റെയിൽസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അയക്കാൻ ശ്രമിക്കും. അതിന് കട്ട് ഓഫ് വെച്ചത്, ഇപ്പോൾ ഈ ശ്രമങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ കട്ട് ഓഫ് വെച്ചത് ജനുവരി 30 മുമ്പ് ഈ വിവരങ്ങൾ കിട്ടിയാൽ അവരുടെ എല്ലാം കൂടി വിവരങ്ങൾ വെച്ചിട്ട് നമ്മൾ ഹൈക്കോടതിനെ സമീപിക്കാനാണ് ഇപ്പോൾ ഉള്ളൊരു ആലോചന. അത് എത്രയും പെട്ടെന്ന് ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കൈമാറാന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതോടൊപ്പം ഈ ഉറക്കിൽ നിന്ന് ഉണർത്താൻ സമുദായത്തെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാം ചെയ്താൽ ഇൻഷാ അല്ലാ ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്.